31 രാത്രി, അതായത് ഇന്നലെ അതിരാവിലെ 1-ാം തീയതി അതിരാവിലെയും ഇന്നലെ രാത്രിയും നമ്മൾ നേരിട്ട മഴയുടെ തോതിലുള്ള മഴ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് താഴേക്ക് പോകാനാണ് സാധ്യത. മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യത. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ, അതെവിടെയാണെന്ന് നമുക്ക് കൃത്യം പ്രവചിക്കുകയൊന്നും സാധ്യമല്ല, ഇത്തരം ചില പ്രദേശങ്ങളിൽ ചിലപ്പോൾ കുറച്ച് സമയം ശക്തമായ മഴയുണ്ടാകും. ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും അത് കുറഞ്ഞു പോവുകയുമായിരിക്കും ചെയ്യുക. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട തരത്തിലൊരു കേരളം മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ളൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7-ാം തീയതിയോടടുപ്പിച്ചാണ്. അന്നേരം കുറച്ചും കൂടി ഒരു മഴ, ഇത്രയും തീവ്രതയിലില്ലെങ്കിലും കുറച്ചും കൂടി മഴ ലഭിക്കും. ഇന്നത്തെ നമ്മളുടെ വേലി ഇറക്കത്തിൻ്റെ സമയത്തോടുകൂടി ആലപ്പുഴ ഭാഗത്തും ഒക്കെ വന്നെത്തിയിട്ടുള്ള ജലം ഏറെക്കുറെ ഒഴിഞ്ഞു പോകും. നമ്മൾക്ക് നമ്മളുടെ ഒരു നോർമൽസിയിലേക്ക് അടുത്തൊരു 24 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കൻ കേരളത്തിലായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായത്. കണ്ണൂർ അയ്യങ്കുന്നിലൊരു 300 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. ശരാശരി മിക്കയിടത്തും 100-150 മില്ലിമീറ്റർ മഴ ലഭിച്ചിരിക്കുകയാണ്. അപ്പം വലിയ അളവിലുള്ള മഴ നമ്മൾക്ക് വടക്കൻ കേരളത്തിൽ കിട്ടിയിരുന്നു. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള മഴ ലഭിച്ചിരുന്നു. എന്നാൽ മുന്നിൽ കണ്ടതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ ഒഴിഞ്ഞുപോയി. അത് നന്നായി എന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും മഴയുടെ തീവ്രത ഒട്ടും കുറവല്ലായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ അതിതീവ്ര മഴ പെയ്ത ഇടങ്ങളിലൊക്കെ തന്നെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. വൈകിയാണ് ഈ അലർട്ട് വന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ അലർട്ടുകൾ സൃഷ്ടിക്കുന്നത് 10-26 തരം മോഡലുകളുടെ അനുമാനങ്ങളും ഒട്ടനവധി നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ അലർട്ടുകളുടെ തീരുമാനം എന്ന് പറയുന്നത് പല സമയത്താണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി ലഭ്യമാക്കുന്ന 1 മണിക്കുള്ള അലർട്ടാണ് ഏറ്റവും കോൺക്രീറ്റായി നമ്മൾക്ക് കിട്ടുന്ന അലർട്ട്. അതിനുശേഷം എല്ലാ 3 മണിക്കൂറിലും അലർട്ടുകൾ മാറുന്നുണ്ട്. ഈ അലർട്ടുകൾ മാറുന്നത് പലപ്പോഴും റഡാറിൽ ഡേറ്റ ലഭിക്കുന്നതും കൂടി അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ നിരീക്ഷണ ഉപകരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ കൂടി പരിഗണിച്ചിട്ടാണ് അവർ അലർട്ടുകൾ നിർണ്ണയിക്കുക. അത് അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ കഴിവും ചുമതലയുമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഓറഞ്ച് അലർട്ടായി എന്ന് ചോദിച്ചാൽ അവരുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അത് കേന്ദ്രീകൃതമായി തന്നെ രാജ്യത്തിനൊരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്കുള്ള അഡ്വൈസറി ലഭിച്ചിരിക്കുക ഓറഞ്ച് ഇഷ്യൂ ചെയ്യാനായിരിക്കും. അതുകൊണ്ടായിരിക്കും അന്ന് ഉച്ചയ്ക്ക് 31-ാം തീയതി ഉച്ചയ്ക്ക് അന്നത്തേക്ക് ഓറഞ്ച് അലേർട്ട് കിട്ടിയത്. പക്ഷേ രാത്രി അത് റെഡ് അലേർട്ട് ആക്കുകയും ചെയ്തിരുന്നു. നമ്മളിപ്പോൾ 18-ൽ നമ്മൾക്ക് കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ടല്ലേ അതിനെ കാണാൻ പറ്റുള്ളൂ. 18-ൽ നമ്മൾക്ക് 7 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. 7 എണ്ണം. ഇന്ന് എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മളതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി. അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും കൂടി നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലെ 2ാമത്തെയും IMDയുടെ സ്വന്തമായ 2ാമത്തെയും റഡാർ നമ്മുടെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വയനാട്ടിൽ അതിൻ്റെ ട്രയൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അപ്പോൾ അടുത്ത റഡാർ മറ്റൊന്ന് കൊല്ലത്ത് സ്ഥാപിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. ഞങ്ങൾ അതിന് സ്ഥലം അന്വേഷിച്ച് ആദ്യം കൊടുത്തു. അത് പോരാ, മറ്റൊരു സ്ഥലം അന്വേഷിക്കുന്നു. വലിയ അളവിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. IIT റോപ്പാറുമായിട്ട് ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ 50 എണ്ണം അധികം നമ്മളിപ്പോൾ കൊണ്ടുവരികയാണ്. നിരീക്ഷണ ഉപകരണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നിരീക്ഷണങ്ങളെ സ്വാംശീകരിച്ച് ഒരു പ്രവചനമാക്കി മാറ്റുന്നതിന് വളരെയധികം ശേഷി ആവശ്യമുണ്ട്. അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ കയ്യിലുള്ളത് രാജ്യത്തെയും ലോകത്തെയും എണ്ണം പറഞ്ഞ സംവിധാനങ്ങളിലാണ്. ആ സംവിധാനങ്ങളിലേക്ക് കൂടുതൽ വിവരശേഖരണം നടത്താൻ അവരാവശ്യപ്പെടുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉറപ്പായും ഇത് മെച്ചപ്പെടും, ഇത് ഇനിയും മെച്ചപ്പെടും. പക്ഷേ ദയവായി ശ്രദ്ധിക്കുക, ഒരു അലർട്ട് കിട്ടി, അത് 1 മണിക്കൂറും 10 മിനിറ്റും കഴിയുമ്പോൾ വെള്ളം ഉയരും, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം ലോകത്തൊരിടത്തുമില്ല. ഒരു വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇത്ര വെള്ളം ഇത്ര മണിക്ക് ഉയരും, അതിന് 1 മണിക്കൂർ മുമ്പേ ഞാൻ അവിടെ നിന്ന് ഒഴിയും, അങ്ങനെ പറ്റില്ല. ഈ
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഓറഞ്ച് അലർട്ട് മുതൽ നമ്മൾ പൊതുസമൂഹത്തിനോടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭ്യമാക്കുന്നുണ്ട്. ആ അലർട്ടുകളിൽ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വ്യക്തി എവിടെ നിൽക്കുന്നു എന്നത് അയാളാണ് അയാളുടെ പരിസരം അറിയേണ്ടത്. അയാളുടെ പരിസരം അറിഞ്ഞുകൊണ്ടാണ് അയാൾ ആ കാലാവസ്ഥയോട് പ്രതികരിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ശേഷിയും നമ്മളുടെ സമൂഹം ഒരുപാട് ആർജിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടുകളിൽ തന്നെ എത്രയോ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാറി. ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന സാധനങ്ങളൊക്കെ മേളി കയറ്റി വെച്ചിരുന്നു. എത്രയോ പേര് പറയുന്നു. അത് വ്യക്തി കേന്ദ്രീകൃതമാണ് പലപ്പോഴും. അപ്പോൾ അവിടെ അലർട്ടുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല നമ്മൾ തയ്യാറെടുക്കേണ്ടത്. നമ്മളുടെ പൊതുശേഷി, വ്യക്തിഗതമായ ശേഷി കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കാണേണ്ടത് പ്രധാനപ്പെട്ട ഡാമുകൾ. നിങ്ങളെല്ലാവരും ആ ഗ്രൂപ്പ്, നമ്മുടെ SDMയുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാ ദിവസവും അണക്കെട്ടുകളിലെ ജലനിരപ്പ് കൃത്യമായി അതിൽ ലഭിക്കുന്നുണ്ട് അല്ലേ? ഏതെങ്കിലും പ്രധാനപ്പെട്ട ഡാമുകളിൽ 40%-ലധികം ജലമുണ്ടോ? ഒന്നിലുമില്ല. പമ്പയിൽ നോക്കൂ, ഇടുക്കിയിൽ നോക്കൂ, ഒരിടത്തുമില്ല. ഈ നമ്മളിപ്പോൾ കാണുന്ന ഡാമുകൾ തുറന്നുവിടുന്നു എന്ന് പറയുന്ന ഡാമുകൾ വളരെ ചെറിയ, ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ വളപ്പിന് അത്രയും മാത്രം വലിപ്പമുള്ള ചെറിയ ഡാമുകളാണ്. മൂഴിയാർ, അതിനെ ഡാമെന്ന് തന്നെ വിളിക്കുന്നത് ശരിയല്ല. പലപ്പോഴും തടയണകളെ, ഇച്ചിരി വലിയൊരു തടയണ അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. പക്ഷെ വലിയ അണക്കെട്ടുകളിലൊന്നും നമ്മൾക്ക് ഈ വർഷം ഇതുവരെയും ലഭിക്കേണ്ടുന്ന ജലനിരപ്പ് ലഭിച്ചിട്ടില്ല. എൽ നിനോ വർഷമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമാണ്.